കണ്ടാൽ ഏതൊരാൾക്ക് നാഷണൽ ആന്തം പാടാനാ തോന്നുക, അല്ലെങ്കിൽ സല്യൂട്ട് ചെയ്യാൻ തോന്നുമായിരിക്കും. എനിക്ക് അവനെ ഓർമ്മ വരാറ്. ചെറുപ്പത്തിൽ നിനക്കൊരു പയ്യൻ ഫ്ലാഗ് എന്ന് ഐ ലവ് യു പറഞ്ഞത് ഓർമ്മയില്ലേ? നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ? അന്ന് അവൻ തന്നെ ഇതെല്ലാവരോടും പറഞ്ഞ് പബ്ലിസിറ്റി ആക്കിയതല്ലേ. അവൻ ഇപ്പോഴും എങ്ങനെയാന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും, റിജക്ട് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അവനെ കൊന്നാളെ. ഹായ്, സോറി, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മാനേജ്മെന്റിന് കൊടുത്ത കംപ്ലൈന്റ് ഒന്ന് വിഡ്രോ ചെയ്തിരുന്നെങ്കിൽ. ഒരു ചെറിയ തെറ്റ് പറ്റിയതല്ലേ. തെറ്റ് പറ്റിയെന്നോ? അത് ചെറിയ തെറ്റാന്നാ പറയുന്നേ? ഇവൻ എന്താ പറഞ്ഞേ? നിന്റെ ഫിഗർ ഭംഗിയായിട്ടുണ്ടെന്ന്. ഫിഗർ എന്താടാ ഈ ഫിഗർ? ഫിഗർ എന്താന്ന്? അപ്പൊ പെണ്ണുങ്ങൾ പാവകളാ, അവരെ വിൽക്കാന്നാ? ഫിഗർ ആണത്ര. അവർക്ക് റെസ്പെക്ട് നൽകണോടാ. എത്ര നാര്യാസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. അവരെ ആദരിക്കുന്ന സ്ഥലത്തെ ദൈവം ഉണ്ടാവൂന്ന. ഫോൺ ഫിഗർ ആണത്ര. മാർഗ്രറ്റ് ടോർച്ചർ. അമ്മമ്മേ ഹായ്. മിണ്ടരുത്. ഹായ് ഹലോ ഒക്കെ നിർത്തിക്കോണം. നമസ്കാരം നമസ്കാരം പറഞ്ഞാ മതി. നമസ്കാരം എന്റെ അമ്മമ്മ കുട്ടി. ഇത് നമസ്കാരമല്ല, വികൃതിയാ നിന്റെ അഹങ്കാരം. അമ്മമ്മ കോപം വരുമ്പോൾ എത്ര സുന്ദരിയാണെന്ന്. നീ വിവാഹ മണ്ഡപത്തിൽ ഇതിലും സുന്ദരിയായിരിക്കും. ഞാൻ പറയുന്ന കല്യാണത്തിന് ഇനിയെങ്കിലും നീ ഒന്ന് സമ്മതിക്കുന്നെത്തിയേ. ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കഴിയും നിനക്ക്. ഇനി 1 മണിക്കൂറിനുള്ളിൽ നിന്റെ പെണ്ണുകാണൽ നടക്കാൻ പോവാ. എന്താ? അമേരിക്കന്ന പയ്യൻ വരാൻ പോണേ. അങ്ങ് അമേരിക്കന്ന്. അവൻ നിന്നെ കണ്ട കൊത്തിക്കൊണ്ട് പറക്കും. ഞാൻ പറഞ്ഞേക്കാം, കയറ് ഫാനിൽ കെട്ടി ഞാൻ റെഡി ആയിരിക്കാ. നീ പെണ്ണു കാണാൻ വന്നില്ലെങ്കിൽ ഞാൻ ആ കയറി തൂങ്ങി ചാകൂടി. നേരാണോ? എന്താടി അമ്മമ്മ, നിങ്ങൾ മരിച്ചാൽ എനിക്ക് ബോറടിക്കുന്നേ. എന്താടി ബോറടിക്കുന്നാ? വേഗം വീട്ടിലേക്ക് വന്നോ. അമ്മമ്മ അമ്മമ്മ പ്ലീസ്. നീ വന്നില്ലെങ്കിൽ സത്യമായിട്ട് ഞാൻ കെട്ടി തൂങ്ങി ചത്തു കളയും. വേഗം ഒന്ന് വീട്ടിലേക്ക് വാ മോളെ. അപ്പ ഈ പയ്യന്മാര് പെണ്ണ് കാണാൻ വരുന്ന എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. എടി, പെണ്ണ് കാണൽ എനിക്ക് ഇഷ്ടല്ലാന്ന്. ഓ യു നോ ഗേൾസ്, ഒരു 5 ഇയേഴ്സിനുള്ളിൽ ആണുങ്ങളെ പെണ്ണുങ്ങളെ പോയി കണ്ട് മാരേജ് ഫിക്സ് ചെയ്യും. നടക്കില്ല, അതൊരിക്കലും നടക്കുമെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. വിധി ഉണ്ടെങ്കിൽ ഒരു നാരങ്ങയ്ക്ക് പോലും നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമോനെ. ലെമൺ, സിട്രസ്, വിറ്റമിൻ സി, നമ്മുടെ ബോഡിയിൽ കിടത്തൽ മെഡിസിൻ. അത് കാറിൽ കെട്ടി റോഡിൽ ക്രഷ് ചെയ്താൽ പൊല്യൂഷൻ. അമ്മേ ദുർഗാമാതേ, കൃഷ്ണ, കൊച്ചുനാള് മുതലേ ഞാൻ നിന്റെ ജാതകം നോക്കുന്നതാ. നിനക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടി ഇവിടെ വരെ വന്നത്. ഞാൻ പറയുന്ന കേക്ക്. ഇന്ന് ഒരു നാളത്തേക്ക്, ദയവ് ചെയ്ത് ഇന്നൊരു നാളത്തേക്ക് എവിടേക്കും ഇറങ്ങരുത് കൃഷ്ണ. ജാതകവശാൽ ഒരു ദോഷം കാണുന്നുണ്ട്, പ്രധാനമാണ്. അതൊന്ന് തടസ്സപ്പെടുത്താനാ ഞാൻ വന്നത്. വന്നല്ലോ, നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താ ഭായി, സ്വാമിജിയുടെ ലാപ്ടോപ്പ് വളരെ പവർഫുൾ ആടാ. എനിക്കറിയാം, എനിക്ക് അനുഭവമുണ്ട്. റൗഡിസത്തിന്റെ കത്തയായി നടന്ന എന്നെ എന്റെ തലവരെ മാറ്റി എഴുതി ഈ ക്ഷൗരക്കത്തിൽ എത്തിച്ച ഇദ്ദേഹം. ഈ കട തുടങ്ങാൻ പറഞ്ഞത് ഈ സ്വാമി തന്നെയാ. നീ അയാള് പറയുന്നൊന്ന് കേക്കടാ. എടാ, നിനക്കും ഇതെന്താടാ? എന്റെ സ്വാമി എന്തൊക്കെ പറയുന്നു? ഹൊറോസ്കോപ്പിന്റെ പേരിൽ എന്നെ ഹൊറർ പടം കാണിക്കുക. ഐ ലവ് യു. ചേട്ടാ, എന്റെ മുടി കുളവാക്കാത്തതിന് എന്ത് തരണം? 200 മതി. എന്നാ പിന്നെ ആയിക്കോട്ടെ, ഇനി വേണമെങ്കിൽ 300 വേണം. വല്ലാത്ത ഡെവലപ്മെന്റ് ആണല്ലോ. എന്നാ സ്വൈപ്പിംഗ് മെഷീൻ ഒന്നും വർക്ക് ചെയ്യണില്ല. എന്നാ പിന്നെ അടുത്തവണ വരാം. അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞ ഞാൻ തെണ്ടിപ്പോവും. ATM അടുത്തുണ്ടല്ലോ, കാശിന് അത്യാവശ്യം വാടക കൊടുക്കാനുള്ളതേ. ഒന്ന് പോയി എടുത്തോണ്ട് വാ. ശരി. ഫേസ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താന്ന് വെച്ചാ പറ. ഒരു തവണ എന്നോട് അമ്പലത്തിലേക്ക് വാ, അമ്മയ്ക്ക് അഭിഷേകം നടത്തി പ്രാർത്ഥിക്കാം. നീ വിശ്വാസിയല്ലെന്നറിയാം എനിക്ക്. എന്നാലും അമ്മയെ പോയി തൊഴണം മോനെ. അവരെ പോയി തൊഴുത് പ്രാർത്ഥിച്ചാൽ അമ്മ നിന്നെ കാത്തോളും മോനെ. പ്ലീസ് പ്ലീസ് ഒന്ന് ചെല്ല്. അയാൾ കരയാൻ തുടങ്ങി. ഞാൻ ATM പോയി കാശെടുത്ത് കൊടുക്കട്ടെ. നിങ്ങളുടെ ദേവിയോട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ. അന്നാ ജ്യോത്സ്യം പറഞ്ഞു ഞാൻ കേട്ടില്ല. അത് ശരിക്കും തെറ്റായിപ്പോയി. ചണ്ടി, അവൾ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചോ ഇല്ലയോ എന്ന് വേഗം വിളിച്ചു ചോദിക്ക്. വീട്ടിലേക്ക് വരികയാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. എങ്ങനെയാ അവള് വീട്ടിലേക്ക് വരുന്നെന്ന് ചോദിക്ക്. കാറില്. എടി, നീ എന്തിനാ ടയറിന്റെ കാറ്റഴിച്ചു വിടുന്നേ? കാറിൽ അങ്ങനെ പോകുന്നില്ല. ഇന്ന് ഷെയർ ഓട്ടോയിൽ പോയാൽ എന്താ? ട്രാഫിക്കിൽ ലേറ്റ് ആയി കഴിഞ്ഞാ പെണ്ണ് കാണൽ ഇന്ന് രക്ഷപ്പെടാലോ.
മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നിങ്ങളുടെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിന് അൺഒഫീഷ്യൽ ഹോളിഡേ. ഇന്ന് വയർലെസ് സെറ്റ് ഒന്നും വർക്ക് ചെയ്യരുത്. ട്രാഫിക്കിന്റെ റിക്കവറി വാനല്ല ഇന്ന് പുറത്തേക്ക് പോകണം. ഇന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനൊക്കെ അൺഒഫീഷ്യൽ ഹോളിഡേയാ. കാര്യം എന്താ? ദൈവമേ, എന്നെ ഈ പെണ്ണ് കാണലിന്നൊന്ന് രക്ഷിക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്യ, ഏതെങ്കിലും ഒരു രീതിയില്. മൂടിപ്പൊളിച്ചത് ഇങ്ങോട്ട് പോകും. ഇതൊക്കെ പണ്ടായിരുന്നെങ്കിൽ അപ്സരസും ദേവതാന്നൊക്കെ വിളിക്കാൻ പറ്റുമായിരുന്നു. ആ ഇപ്പൊ എന്തൊക്കെയാണ് ഫാഷൻ ക്വീൻ, പ്രട്ടി ക്വീൻ, ബ്യൂട്ടി ക്വീൻ. ഇനി ഇതിലെങ്ങാനും എന്റെ മാങ്ങ ഉണ്ടാവോ? ഓ എന്തൊരു ചൂടാണോ. എന്നിട്ട് ഈസി ഇടാണ്ട് കാർ ഓടിക്കണം. എന്തൊരു പിച്ചാണപ്പൻ. ശേ, മനുഷ്യനവിടെ നിന്ന് കരിഞ്ഞു ഉണങ്ങണം. ഞാനാണ് ഈ കാർ ഏസിട്ട് ഓടിക്കുള്ളൂ. മഴേ, ആഹാ, ഇതിൻ്റെ ഒരു കുറവുകൂടെ ഉണ്ടായിരുന്നു. ഈ മഴയ്ക്കൊന്നും ഒരു ഡിസിപ്ലിനും ഇല്ലേ. ഇന്നയാൾ ശരിക്കും ലക്കിയ. എന്തിന് ഞാൻ ഈ ഹോട്ടലിൽ പോകുന്ന ഫിഗേഴ്സിനൊന്നും നോക്കാറില്ല. എന്നുവെച്ചാ എന്താ ഏതോ ഒരു വേർഡ് യൂസ് ചെയ്തല്ലോ. ഫിഗേഴ്സ്. ഫിഗർ എന്നാ? ആ, ഫിഗർ എന്ന് കേട്ടിട്ടില്ലേ? സാധാരണ ഈ ലോക്കൽ പിള്ളേര് നല്ലൊരു പെണ്ണെ കണ്ട ക്യൂട്ടായിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, പ്രെറ്റി ആയിട്ടുണ്ട് എന്നൊക്കെയല്ലേ പറയാറ്. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ആണെങ്കിൽ സെക്സി എന്ന് വിളിക്കും. ഇതും കേട്ടിട്ടില്ലേ? താൻ ഈ സ്ത്രീകളെ കുറിച്ച് എന്താണോ കരുതിയിരിക്കുന്നത്? തന്റെ ഇടത്തോടെ എന്നെ പോലെ ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കാലെടുത്ത് വച്ചാൽ, സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്താൽ, നിന്നെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് കോർട്ടിൽ പ്രസന്റ് ചെയ്ത് IPC സെക്ഷൻ 292, 298A, 298B, 509, 376 അനുസരിച്ച് ശിക്ഷിച്ച് ജയിലിലെ പച്ച ചോറ് കഴിപ്പിക്കോടാ. ഒരു മുളക് മാത്രം കരിങ്കല്ല് പൊട്ടിപ്പിച്ച് അടുക്കള പണി ചെയ്യിച്ച് ഫൈനലായിട്ട് നിന്നെ കൊലക്കയർ വരെ എത്തിച്ച് നിന്റെ മുഖം കറുത്ത തുണി കൊണ്ട് മൂടി ഞാൻ ഇങ്ങനെ ലിവർ വലിക്കും.